ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? കുറേ ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടോ. അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. പഴവും ബ്രെഡും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് ആട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്ര ബ്രെഡ് എടുക്കുക. അപ്പോൾ എന്നിട്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ ചെയ്യുക. പിന്നെ അതിലേക്ക് 2 കോഴിമുട്ട അതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മതി കേട്ടോ പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരല്പം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക മധുരത്തിന് ആവശ്യമായിട്ട്. പിന്നെ നമ്മളെ പഴം ഉണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ള അത്ര ബ്രെഡും പഴമൊക്കെ എടുക്കുക കേട്ടോ. ഞങ്ങൾ 6 ബ്രെഡ് വെച്ചിട്ട് ഒരു വലിയ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കണത്. അതിലേക്ക് 2 കോഴിമുട്ടയും ഒരു 4 ടേബിൾ സ്പൂണ് പിന്നെ പാലും കൂടെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയിൽ നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പഴം വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യണത്. പഴം നല്ലതുപോലെ വാടി കിട്ടണം കേട്ടോ, എന്നാൽ കരിഞ്ഞു പോകാനും പറ്റില്ല. അപ്പോൾ പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് വെച്ചിട്ട് അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണും കൂടെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഓരോ ഭാഗമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പഴമൊക്കെ നല്ലതുപോലെ വാടി ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ പഴം വാടി നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഉള്ളിൽ നമുക്ക് അതിലെത്ര ഫില്ലാക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു 1.5 സ്പൂൺ പഴം ഉടച്ചതാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, എല്ലാതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ കോട്ടിങ് ഉണ്ടല്ലോ, അത് നമ്മൾ പിന്നെ പാല് ഇതാക്കി വെച്ചില്ലേ അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് എടുത്ത് മുക്കിയിട്ട് നമ്മൾ ഈ ചട്ടിയിൽ വെച്ചിട്ട് അപ്പുറം വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കാനുള്ളൂ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പിൽ 4 എണ്ണം വെച്ചിട്ടുണ്ട്, ബാക്കി 2 എണ്ണം കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ 6 ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പുറം മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം മൂത്ത് വന്നാൽ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ മറ്റേ സൈഡും ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഈ ഭാഗത്ത് നല്ലതുപോലെ തീ കത്തിയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അത് കരിയാതെ ഒരു ബ്രൗൺ കളർ ആവണത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ മോന് ചായക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് അത് കഴിച്ചിട്ട് നോക്കിയിട്ട് പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്